ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു അറിയിപ്പാണ് പറയാൻ പോകുന്നത്. സംസ്ഥാനത്ത് കുടിശ്ശികയായി കിടക്കുന്ന 6400 രൂപ സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞിട്ടും കുടിശ്ശിക മുഴുവനായി കൊടുത്തു തീർക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും പെൻഷൻ വിതരണത്തിലെ കാലതാമസം സംസ്ഥാന സർക്കാരിന് വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലും 2-3 മാസത്തിലെ പെൻഷൻ തുക ഒരുമിച്ച് ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് എത്തിയത്. ജനുവരി മാസം അവസാനത്തിൽ KN ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് LDF സർക്കാരിന് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പെൻഷൻ തുക കൊടുത്തു തീർക്കാൻ ഇത്രയ്ക്ക് തിരക്ക് കൂട്ടുന്നതെന്നും ഇതുവരെയും പെൻഷൻ തുകയിൽ വർധനവ് വരുത്താതെ വരും ബജറ്റിൽ തിരക്കിട്ട വർധനവ് നടത്തുന്നതെന്നും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇത് വളരെയധികം ആശ്വാസം തന്നെയാണ്. ഡിസംബർ മാസത്തിൽ 2 മാസത്തെ പെൻഷൻ തുക ഒരുമിച്ചാണ് വിതരണം ചെയ്യുന്നത്. അതായത് 3200 രൂപ. നവംബർ മാസത്തിലെ തുകയും അതുപോലെ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും ചേർത്ത് 3200 രൂപയാണ് 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്രിസ്തുമസിന് മുന്നോടിയായി ലഭിക്കാൻ പോകുന്നത്. മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ തുക ലഭിക്കുന്നതാണ്. എല്ലാവരും മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും തീയതി കൃത്യമായി വ്യക്തമാക്കിയാൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.